ഹായ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നമ്മുടെ അക്കൗണ്ടിങ് മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അക്കൗണ്ടൻറ്റുമാർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമാകുന്ന രീതിയിലുള്ള ഒരു ഫീച്ചറാണ്. നമുക്കിപ്പം റെൻറ്റ്, അതുപോലെ സാലറി, ഗവൺമെൻറ് ചാർജുകൾ, ഓരോ രാജ്യത്തും ഓരോ രീതിയിലുള്ള ചാർജുകൾ, ഗോസി, അതുപോലെ LMR, ഇൻഷുറൻസ്, അങ്ങനത്തെ പല ടൈപ്പുള്ള എല്ലാ മാസവും വരുന്ന റിക്കറിങ് ആയിട്ടുള്ള എൻട്രികളുണ്ടാവും, ജേണൽ എൻട്രീസ്. അത് നമുക്ക് ഒഡോയിൽ എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ചില കേസിൽ നമുക്കിപ്പോൾ ഒരു റിന്യൂവലൊക്കെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് കൊടുക്കുക, അങ്ങനത്തെ കേസൊക്കെ വരുമ്പോൾ നമുക്ക് മന്ത്ലി അതിനെ റിക്കറിങ് എൻട്രി ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യേണ്ടി വരും. പ്രീപെയ്ഡ് എൻട്രീസ് എന്നൊക്കെ പറയാം. പ്രീപേയ്മെൻറ്റ്സ് ഇനീഷ്യലി നമ്മൾ പ്രീപെയ്ഡ് ആക്കിയിട്ട് കാണിക്കും, അതിനുശേഷം മന്ത്ലി എക്സ്പെൻസ് എൻട്രികൾ വരും. എങ്ങനത്തെ എൻട്രീസ് ആണെങ്കിലും, എന്ത് ടൈപ്പ് ആണെങ്കിലും, മന്ത്ലി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്ന എൻട്രികളെ നമുക്ക് എങ്ങനെ ഒഡോയിൽ മാനേജ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ആദ്യം അക്കൗണ്ടിങ്ങിൽ നമുക്ക് ജേണൽ എൻട്രീസിലേക്ക് പോവാം. ജേണൽ എൻട്രീസ് എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റിൽ ഞാനൊരു എൻട്രി ഇടാണ്. അപ്പോൾ എനിക്ക് എല്ലാ മാസവും ഈ സെയിം ഡേറ്റിൽ ഈ എൻട്രീസ് റിപ്പീറ്റ് ആവണം. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ ഞാൻ ജേണൽ എൻട്രീസിൽ ന്യൂ കൊടുത്തു, ഇവിടെ ജേണൽ മിസലേനിയസ് കൊടുത്തു, ഏത് ജേണലായാലും കുഴപ്പമില്ല. ഇവിടെ ഞാൻ കൊടുക്കുന്നത് ഓഫീസ് റെൻറ്റ് എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു, റെഫറൻസ് കൊടുത്തു. October 1 ആണുള്ളത്. ഞാനിതിൽ എനിക്ക് എൻട്രി ഓട്ടോമാറ്റിക് വരുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്ക് ഡേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതിൽ January 1 കൊടുത്തു. അതിനുശേഷം റെൻറ്റ് എന്ന് പറഞ്ഞ അക്കൗണ്ട് ചൂസ് ചെയ്തു. ഓഫീസ് റെൻറ്റ്, ഇത് എക്സ്പെൻസ് അക്കൗണ്ടാണ്. അതിൽ ഞാൻ 1000 കൊടുത്തു. അതായത് എൻ്റെ മന്ത്ലി ഉള്ള റെൻറ്റ് 1000 ആണ്. ദെൻ പ്രീപെയ്ഡ് എന്നുള്ളത് പ്രീപെയ്ഡ് ഓഫീസ് റെൻറ്റിലേക്ക് ക്രെഡിറ്റ് സൈഡിൽ ഞാൻ 1000 കൊടുത്തു. ഈ ഒരു എൻട്രി എനിക്ക് എല്ലാ മാസവും ഫസ്റ്റ് ഓട്ടോമാറ്റിക് ജനറേറ്റ് ആവുന്ന എൻട്രിയാണ്. നമ്മളിപ്പോൾ ഓഫീസ് റെൻറ്റ് ഒരു 1 ഇയറിലേക്ക് ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് ക്രെഡിറ്റ് ചെയ്തതിന് ശേഷം പ്രീപെയ്ഡ് ഓഫീസ് റെൻറ്റ് ഡെബിറ്റ് ചെയ്യും. 12,000, ഇപ്പം 1000 മാസം വരുന്നതെങ്കിൽ. ദെൻ എല്ലാ മാസവും അതിൻ്റെ ഒരു എക്സ്പെൻസ് നമ്മളെ ബുക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ മാസവും പോയിട്ട് എൻട്രി ഇടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതർ ഇൻഫോ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോ പോസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നോ ആണ് ഡീഫോൾട്ട് കിടക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ഡേറ്റ്, മന്ത്ലി, ക്വാർട്ടർലി, ഇയർലി എന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ അറ്റ് ഡേറ്റാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ കണ്ടോ, ദിസ് മൂവി ഈസ് കോൺഫിഗർഡ് ബി പോസ്റ്റഡ് ഓട്ടോമാറ്റിക്കലി ദ അക്കൗണ്ടിങ് ഡേറ്റ് 2025/1. ഇതൊരു പർട്ടിക്കുലർ ഡേറ്റിൽ മാത്രമാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ കേസിൽ എനിക്കിപ്പോൾ മന്ത്ലിയാണ് വരേണ്ടത്. ക്വാർട്ടർലി, ഇയർലി ഒക്കെ ഉണ്ട്. മന്ത്ലിയാണ് എനിക്ക് വരേണ്ടത്. മന്ത്ലി എന്ന് പറയുമ്പോൾ എനിക്കിവിടെ മന്ത്ലി ഓട്ടോ പോസ്റ്റിംഗ് ഇനാബിൾ, നെക്സ്റ്റ് അക്കൗണ്ടിങ് ഡേറ്റ് ഈസ് 1/1/2025. അപ്പോൾ ഈ ഒരു എൻട്രി ഞാൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് എൻട്രി വരും 1/1-നാണ്. പിന്നെ 1/2 വരും, 1/3 അങ്ങനെ. അതുപോലെ ഓട്ടോ പോസ്റ്റ് അണ്ടിൽ ഏത് മാസം വരെ എനിക്ക് എൻട്രി വരണം. ഞാനിപ്പം December 1 വരെ കൊടുത്തു. അപ്പോൾ 12 എൻട്രീസ് വരും. ഇത് ബാക്ക് ഡേറ്റഡ് ആയതുകൊണ്ട് ഒഡോൻ്റെ ബാക്ക് എൻഡിൽ ഒരു ഓട്ടോമേറ്റഡ് ആക്ഷൻ ഉണ്ട്. അതിൻ്റെ ബേസിൽ ഓട്ടോമാറ്റിക് വരും. അപ്പം ഫ്യൂച്ചറിലുള്ളതാണെങ്കിൽ ആ പർട്ടിക്കുലർ ഡേറ്റ് വന്നാൽ മാത്രമേ ഓട്ടോമാറ്റിക് എൻട്രി വരുള്ളൂ. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഡേറ്റ് ഓട്ടോ പോസ്റ്റ് അണ്ടിൽ December 1 കൊടുത്തപ്പോൾ ദ റിക്കറൻസ് വിൽ എൻഡ് ഓൺ 1/12/2025. അതായത് 1-ാം തീയതി എൻട്രിയോടുകൂടി അത് അവസാനിക്കും. ഞാനിത് പോസ്റ്റ് ചെയ്യണം. പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ എൻട്രി പോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ജേണൽ എൻട്രീസ് എടുത്ത് കഴിഞ്ഞാൽ ഇതിൽ കണ്ടു ഓട്ടോമാറ്റിക് എൻട്രി വരാൻ തുടങ്ങി. ഒരു ചെറിയൊരു ടൈം ഡിഫറൻസ് ഉണ്ടാവും. ഇത് ഡ്രാഫ്റ്റിലാണ് എൻട്രി വരിക. ആ എൻട്രി ഓപ്പൺ ഇപ്പോൾ ഫെബ്രുവരിയിൽ എൻട്രി വന്നു. അപ്പോൾ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് മാർച്ചിൽ വരും. അങ്ങനെ ആഡ് ചെയ്താണ് വരിക. ഇതിലിപ്പോൾ February 1 സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ആ ഒരു എൻട്രി വരുത്തിയിട്ടുണ്ട്. പിന്നെ ഞാനിത് ഫെബ്രുവരിയിലത് ഞാനിവിടുന്ന് പോസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓട്ടോമാറ്റിക് മാർച്ചിൽ ഇത് വന്നു, കണ്ടോ. ഇത് ബാക്ക് ഡേറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഫ്യൂച്ചർ ഡേറ്റ് ആണെങ്കിൽ ആ പർട്ടിക്കുലർ ഡേറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് വന്നോളൂ. ഇനി അതല്ലെങ്കിൽ നമുക്ക് ബാക്ക് എൻഡിൽ പോയിട്ട് മാനുവൽ സെർവർ ആക്ഷൻ റൺ ചെയ്ത് കഴിഞ്ഞാലും എൻട്രീസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ എനിക്ക് പോസ്റ്റ് ചെയ്ത് കൊടുക്കാം ഈ പർട്ടിക്കുലർ ഡേറ്റിലുള്ളത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എല്ലാ മാസവും വന്നിട്ട് എൻട്രി ഇടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരുപാട് എംപ്ലോയീസൊക്കെ ഉള്ള കമ്പനിയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ഓഫീസുള്ള കമ്പനീസ്, എംപ്ലോയീസിൻ്റെ കേസ് ഞാൻ പറയാം. കാരണം അവരുടെ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടാവാം, അവരുടെ ഇപ്പം സൗദിയിലൊക്കെ ആണെങ്കിൽ ഇക്കാമ ചാർജസ്, ബഹ്റൈനിലാണെങ്കിൽ അവരുടെ വിസ ആൻഡ് എക്സ്പെൻസ്, അങ്ങനത്തെ
റിക്കറിങ് ആയിട്ട് വരുന്ന ഏത് ടൈപ്പ് എൻട്രീസ് ആണ് നമുക്കിത് വെച്ച് മാനേജ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ജേണൽ എൻട്രി റിക്കറിങ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.